ഒരുപാട് ആഗ്രഹിച്ച് ടാറ്റു പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ലോൺ എടുത്ത് കാശും തന്ന് പറഞ്ഞു വിട്ട് നിങ്ങൾ പോയി ചേർന്നിട്ട് ടാറ്റു പഠിക്കാനും പറ്റിയില്ല എന്നാൽ കാശും പോയി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, താമസിക്കാൻ മുറി, ടാറ്റു കിറ്റ് ഫ്രീ ആയിട്ട്, സർട്ടിഫിക്കറ്റ്, അത് പിന്നെ എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. പിന്നെ ഇടാൻ ഉടുപ്പ്, കഞ്ഞി, പയറ്, എല്ലാ സൗകര്യങ്ങളും തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ടെങ്കിൽ തന്നെ ഓർത്തോ, പക്കാ ബിസിനസ് ആയിരിക്കുള്ളൂ, ഉറപ്പിച്ചോ. രണ്ടാമത്തെ കാര്യം, 3 മാസത്തെ കോഴ്സ്. എന്നാൽ ഒരേ സമയം ഒരു 10, 15, 20 പിള്ളേർ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണേ. നടക്കൂല. 3 മാസം കൊണ്ട് 15 പേരെ മാനേജ് ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ നടപടി ആകൂല. അത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കാൻ പോണ സ്റ്റുഡിയോൻ്റെ വലിപ്പമോ ആ സ്റ്റുഡിയോൻ്റെ ഫെയിമോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ക്വാളിറ്റിയോ കണ്ടിട്ട് മാത്രമല്ല നമ്മൾ പഠിക്കാൻ ചേരേണ്ടത്. കാരണം ഇപ്പോൾ ഫെയിം ആവാൻ വേണ്ടി സിമ്പിളാണ്. വർക്ക് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല റീലൊക്കെ എഡിറ്റ് ചെയ്ത് റീച്ചൊക്കെ കിട്ടി ഫെയിം ആകുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ക്വാളിറ്റി, പുള്ളിയുടെ വർക്ക് ക്വാളിറ്റി പോലെ തന്നെ നമുക്ക് ആവണമെന്നില്ല കേട്ടോ. അത് പുള്ളിയുടെ എക്സ്പീരിയൻസും പുള്ളിയുടെ കഴിവും, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുള്ള ലെവലിലായിരിക്കും നമ്മൾ പഠിക്കുന്നതും നമ്മളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും വരുന്നതും. അത് നമ്മളെ പഠിപ്പിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അത് എക്സ്പെക്റ്റ് ചെയ്യരുത്. ചിലവർ ചിലപ്പോൾ അതിന് മേലെ ആവും, ചിലപ്പോൾ അതിന് താഴെ ആവും. അതേപോലെ ആവും എന്നുള്ളൊരു വിചാരം മനസ്സിൽ വെക്കണ്ട. പിന്നെ എന്തൊക്കെ വന്നാലും മെയിൻ കാര്യം ഇതാണ്, 80% പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലാണ്, അവരുടെ എഫേർട്ടിലാണ്, അവരുടെ താല്പര്യത്തിലാണ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കുള്ളൂ ബാക്കി ഈ 80% ഇരിക്കുന്നത്. ബാക്കി 20% എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുള്ളൂ. നിങ്ങളൊരു സ്ഥലത്ത് പഠിക്കാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ 3 മാസം, 4 മാസം, 6 മാസം ഒന്നും പറയുന്ന ആൾക്കാരുടെ പോയി ചാടാതിരിക്കുക. കാരണം നിങ്ങളെപ്പോൾ പഠിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല, നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോൾ പഠിക്കുന്നത് അതുവരെ കൂടെ നിർത്താമെന്ന് പറയുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ളൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാലേ, ചില ആളുകളുണ്ട് അവർക്ക് പഠിപ്പിച്ച് തരാനായിട്ടുള്ള നല്ല മനസ്സും എല്ലാ ടൈപ്പ് വർക്കുകളിനെ പറ്റിയും പറഞ്ഞ് പഠിപ്പിച്ച് തരാനുള്ള കഴിവും ഉണ്ടാവും. പക്ഷെ അവരുടെ വർക്കിൽ ചിലപ്പോൾ അത് കണ്ടെന്ന് വരില്ല. അത് വളരെ വലിയൊരു ട്വിസ്റ്റാണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം വീട്ടുകാരുടെ ലോൺ എടുത്ത പൈസ കൊണ്ടൊക്കെ കളയാൻ. അത്രേ ഉള്ളൂ ഞാൻ പറയണത്.